നമസ്കാരം. നാളെ പൗർണമി. 7 നാളുകാർക്ക് ഒരു വലിയ ഐശ്വര്യം വന്നു ചേരാൻ പോകുന്നു. 7 നാളുകാരുടെ ജീവിതത്തിൽ രാജയോഗം തുറക്കാൻ പോകുന്നു. ഈ 7 നക്ഷത്ര ജാതകർ നാളെ മുതൽ സകല സൗഭാഗ്യത്തോടുകൂടിയും ജീവിക്കും. ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. ഇന്ന് രാത്രി 7:15 പൗർണമി ആരംഭമാണ്. നാളെ പൗർണമി ദിനമാണ്. പൗർണമി വ്രതം, പൗർണമി പൂജയൊക്കെ നാളെയാണ്. ഇന്ന് രാത്രി 7:15 പൗർണമി ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് വൈകാശി വിശാഖമാണ്. ഇതും ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾക്ക് കാരണമാകും. ഇവരുടെ തലവര തന്നെ മാറും. ഇവരുടെ ദുഃഖ ദുരിത സങ്കടങ്ങളൊക്കെ ഒഴിഞ്ഞ് ഈ 7 നക്ഷത്ര ജാതകർ രക്ഷപ്പെടും ഉറപ്പാണ്. സൗഭാഗ്യകാലമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി. ഇവരുടെ ദുഃഖങ്ങളൊക്കെ ഒഴിയും, ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ആ രാശിയിലെ ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം. ഇവർക്ക് ഇനി സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം. ദുഃഖ ദുരിതങ്ങൾ മാറി ഇവർ രക്ഷപ്പെടുന്നു. ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടുന്നു. വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇവർ പോകണം. പാൽപായസം, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഇതൊക്കെ ഇവർ നടത്തുക. അതുപോലെ ചില വഴിപാടുകളും ചില ക്ഷേത്ര ദർശനങ്ങളുമൊക്കെ ഇവരെ ഒരുപാട് ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുപ്പതി ദർശനമാണ്. ഇപ്പം അതിന് സാധിച്ചില്ല എങ്കിൽ തന്നെയും തിരുപ്പതിയിൽ ഈ നക്ഷത്ര ജാതകർ ദർശനം നടത്തണം. കഴിയുമെങ്കിൽ ഗുരുവായൂരും ദർശനം നടത്തുക. വെള്ളിയാഴ്ച ദിവസം ഉപ്പ് വാങ്ങി വയ്ക്കുക. അക്ഷയതൃതീയയ്ക്കൊക്കെ നമ്മൾ ഉപ്പ് വാങ്ങാറുണ്ട്, സ്വർണം വാങ്ങാൻ കഴിയാത്തവർ. അതുപോലെ തന്നെ വീട്ടിൽ ദാരിദ്ര്യം, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ ഒക്കെ ഉള്ളവരാണ് എങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഒരു 2 കവർ ഉപ്പ് നിങ്ങൾ വാങ്ങുക. അതും കല്ലുപ്പ് തന്നെ വാങ്ങുക. വിനായകനെ പ്രാർത്ഥിക്കണം. വിഘ്നങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് ധനസമൃദ്ധിയൊക്കെ വന്നു ചേരുവാൻ ഇത് കാരണമാകും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ തുറക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. ഇനി ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതിയ കാര്യങ്ങൾ നടക്കുന്നതുമായ കാലമാണ്. സൗഭാഗ്യ സമ്പന്നതയിലേക്ക് എത്തുന്ന സമയം. ഒരാളെ എപ്പോഴും താഴെത്തട്ടിലേക്ക് മാത്രം ദൈവം തള്ളിവിടില്ല, ഉയർച്ചയിലേക്കും എത്തും. ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കുന്നത് സൗഭാഗ്യ സമ്പന്നത തന്നെയാണ്. അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. മേടൻ രാശിയിലെ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. നല്ല മാർക്ക് വാങ്ങി ജയിക്കാനും അധിക ശമ്പളമൊക്കെ കിട്ടാനും ജോലിയിൽ നല്ല മാറ്റങ്ങളൊക്കെ ലഭിക്കാനും ജോലിയിൽ തന്നെ പുതിയ ഓഫറുകളൊക്കെ വന്നു ചേരാനും പുതിയൊരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലി കിട്ടാനും ചില ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ ആ ബന്ധങ്ങളൊക്കെ വീണ്ടും ഒന്നാകാനും ഒക്കെ അവസരം കിട്ടുന്ന സമയം. മേടരാശിയിലെ അശ്വതി നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ പോകുന്ന സമയമാണ്. ഇവർക്ക് ഐശ്വര്യമാണ്. ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തും. മേടരാശിക്കാർക്ക് വ്യാഴം ജന്മരാശിയുടെ 2ാം ഭാവത്തിലാണ്. അതിവരെ ഒരുപാട് ഉയർച്ചയിൽ കൊണ്ടെത്തിക്കും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. പോരാത്തതിന് ശുക്രൻ ജന്മരാശിയുടെ 2ാം ഭാവത്തിൽ നിൽക്കുന്നു. ധനാഭിവൃദ്ധി ഒരുപാട് വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് മേടൻ രാശിയിലെ അശ്വതി നക്ഷത്ര ജാതകർ എത്തുകയാണ്. ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ കാലഘട്ടത്തിലേക്ക് ഇവർ പോകുന്നു. ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ ശത്രുശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന സമയം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾക്ക് ലഭ്യമാകും. അധിക ശമ്പളം ലഭിക്കും, ജോലിയിൽ പ്രമോഷൻ ലഭിക്കും, പുതിയൊരു ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആ ജോലി കിട്ടും. വിവാഹ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവരാണ് എങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നടന്നു കിട്ടുന്ന സമയം. അടുത്ത നക്ഷത്രം മിഥുന രാശിയിലെ തിരുവാതിര നക്ഷത്രം. മിഥുന രാശിക്കാരെ സംബന്ധിച്ച്
ഒരുപാട് ദുഃഖ ദുരിത സങ്കടങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. ശുക്രൻ ജന്മരാശിയുടെ 12ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങൾ ചില മന്ത്രങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്താൽ 12 വെള്ളിയാഴ്ച തുടർച്ചയായി ഈ പറയുന്ന ഒരു കാര്യം തിരുവാതിര നക്ഷത്ര ജാതകർ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ഒരുപാട് ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിച്ച് നേട്ടത്തിലേക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കും. ഇവരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. എല്ലാ കാര്യങ്ങൾക്കും തടസ്സം, എല്ലാ കാര്യത്തിനും കലഹങ്ങളും അതുപോലെ തന്നെ ശത്രുശല്യങ്ങളും ഒക്കെ ഇവരെ സംബന്ധിച്ച് ഈ ഒരു സമയത്തുണ്ട്. അതൊക്കെ മാറി ഇവരുടെ എല്ലാ ക്ലേശങ്ങളും മാറി ഇവരുടെ എല്ലാ കഠിനമായ ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുവാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച തോറും 12 വെള്ളിയാഴ്ച മഹാലക്ഷ്മി വഴിപാട് ചെയ്യുക. ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പൂജാമുറിയിൽ വെള്ളിയാഴ്ച ദിവസമോ അതല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസമോ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നെയ്വിളക്ക് കത്തിച്ചതിന് ശേഷം നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു വെള്ള പേപ്പറിൽ ശ്രീം എന്നെഴുതുക. ശ്രീം എന്ന് എഴുതാൻ കഴിയാത്തവർ സ്വസ്തിക വരയ്ക്കുക. വരച്ചതിന് ശേഷം കുങ്കുമത്താൽ മഹാലക്ഷ്മിക്ക് അർച്ചന നടത്തുക. അതായത് കുങ്കുമം തൊടുക മാത്രം ചെയ്യുക. അതിനുശേഷം ശ്രീ മഹാലക്ഷ്മി നാമം ജപിക്കുക. ജപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കറിയാം, യൂട്യൂബിലൊക്കെ മഹാലക്ഷ്മി നാമങ്ങളുണ്ട്. അത് ജപിക്കുക. പൂജാമുറിയിൽ ഒരു ചെറിയ പാത്രത്തിൽ പാൽ വെച്ച് നിവേദ്യമർപ്പിച്ച് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ 12 വെള്ളിയാഴ്ച നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. തിരുവാതിര നക്ഷത്ര ജാതകർ മാത്രമല്ല, ഈ പറയുന്ന നക്ഷത്ര ജാതകരൊക്കെയും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. അടുത്ത നക്ഷത്രം കർക്കിടക രാശിയിലെ ആയില്യമാണ്. വലിയ ഭാഗ്യങ്ങൾ ലഭിക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾക്കെത്താൻ സാധിക്കും. ശുക്രൻ ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. ശുക്രൻ 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ധനസമൃദ്ധിയാണ്. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. വലിയ യോഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുന്നു. നിങ്ങളുടെ കടങ്ങളൊക്കെ മാറുന്നു. ധാരാളം പണം വന്നു ചേരുന്നു. കുടുംബത്തിൽ സന്തോഷം അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരുന്നു. പിണങ്ങി നിന്നവർ ഇണങ്ങി വരുന്നു. ധനസമ്പാദനത്തിന് കഴിയുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടുന്നു. നിങ്ങളൊരു ദേവീ ഭക്തനാണ് എങ്കിൽ, ആയില്യം നക്ഷത്ര ജാതകർ ഒരു ദേവീ ഭക്തനാണ് എങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കണേ. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ബുധൻ ജന്മരാശിയുടെ 10ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ശത്രുനാശങ്ങൾ സംഭവിക്കും. ധനലാഭം വന്നു ചേരും. ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം. കടം മാറുന്നു, പണം ധാരാളം വന്നു ചേരുന്നു, കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുന്നു, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു. ഏതായാലും ഇവർക്കിനി സൗഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഉറപ്പായും നിങ്ങളുടെ ജീവിതം മാറി മറിയും. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അടുത്തത് ചിങ്ങക്കൂറിലെ മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ്, ഒരുപാട് നേട്ടമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ചിങ്ങക്കൂറിലെ മകം നക്ഷത്ര ജാതകർക്ക് കണ്ടകശനി കാലഘട്ടമല്ലേ എന്ന്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്നിരുന്നാലും ചില ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. വ്യാഴം ജന്മരാശിയുടെ 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ധനനാശം സംഭവിച്ചേക്കാം. പ്രവൃത്തികൾക്ക് ഫലക്കുറവ് സംഭവിച്ചേക്കാം.
എന്നിരുന്നാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സൂര്യൻ ജന്മരാശിയുടെ 10ാം ഭാവത്തിൽ നിൽക്കുന്നു. സകല കർമ്മങ്ങൾക്കും അഭിവൃദ്ധി, എല്ലായിടത്തും ജയം. പരാജയമൊക്കെ ഉണ്ടാകും, എന്നിരുന്നാലും വിജയത്തിൽ നിങ്ങളെത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്, മറുപടി തരുന്നതാണ്. അടുത്ത നക്ഷത്രം കന്നിരാശിയിലെ അത്തം നക്ഷത്രമാണ്. ഭാഗ്യമാണ്, ഉയർച്ചയിലേക്കെത്തുന്നു. 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് കന്നിരാശിയിലെ അത്തം നക്ഷത്ര ജാതകരാണ്. ഇവർക്കിനി ഒരുപാട് ഉയർച്ച വന്നു ചേരും. ജീവിതത്തിലെ ദുഃഖങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തുന്നു. വ്യാഴം ജന്മരാശിയുടെ 9ാം ഭാവത്തിൽ നിൽക്കുന്നു. കുടുംബത്തിൽ സൗഖ്യമുണ്ടാകുന്നു, സന്താന സൗഖ്യമുണ്ടാകുന്നു. പിണങ്ങി നിന്നവർ ഇണങ്ങി വരുന്നു. കാര്യസാധ്യതയ്ക്ക് ഏറ്റവും പറ്റിയ സമയം. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു. ശുക്രൻ ജന്മരാശിയുടെ 9ാം ഭാവത്തിലാണ്. അത് ധനലാഭത്തെ കൊണ്ടെത്തിക്കുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധ്യമാകുന്നു. ഏതായാലും നിങ്ങൾക്കിനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗമുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനുള്ള യോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും, ഉറപ്പാണ്. നിങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഓം നമോ നാരായണ എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കണമേ. അതല്ല നിങ്ങളൊരു ഗുരുവായൂർ ഭക്തനാണ് എങ്കിൽ നമോ നാരായണ എന്നൊന്ന് കുറിച്ചാലും മതി. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ നടക്കും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ധനുക്കൂറിലെ പൂരാട നക്ഷത്രത്തിന് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കുന്നു. എന്താണോ കൊതിച്ചത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ജോലി ലഭിക്കുന്നു. ചന്ദ്രൻ ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ബന്ധു പ്രീതി, അതുപോലെ ധനപുഷ്ടി, വിദേശത്തു നിന്നൊക്കെ ധാരാളം ധനം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട് ഈ ഒരു സമയത്ത്. എല്ലാം ദുഃഖമാണ്, ഇനി രക്ഷയില്ല എന്ന ഒരു വിചാരം നിങ്ങളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു. വ്യാഴം ജന്മരാശിയുടെ 6ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പുതിയ സൗഖ്യത്തിന് സാഹചര്യമുണ്ടാകുമ്പോൾ പോലും എല്ലാം ദുഃഖമെന്നു കരുതി ക്ലേശിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത ഈ ഒരു സമയത്തുണ്ട്. ശരിയാണോ? ശരിയാണ് എങ്കിൽ ശരിയെന്ന് എഴുതുക. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം ദുഃഖമാണ് എന്നൊന്ന് തോന്നാറില്ലേ? ശരിയാണോ അല്ലയോ? ആണ് എങ്കിൽ ശരി എന്ന് ഒന്നെഴുതിയേക്കുക. നിങ്ങളെ സംബന്ധിച്ച് ഇനി നേട്ടമാണ്, നിങ്ങൾക്ക് ഉയർച്ചയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം. അതുപോലെ ചന്ദ്രൻ ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് ധനപുഷ്ടി കൊണ്ടെത്തിക്കുന്നു. ധനപുഷ്ടിയിലേക്ക് നിങ്ങളെ പോകുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നു. അടുത്ത നക്ഷത്രം മീനൻ രാശിയിലെ രേവതിയാണ്. കുടുംബത്തിൽ ധാരാളം സന്തോഷം വന്നു ചേരും. സങ്കടങ്ങൾ ഒക്കെ അവസാനിക്കും. ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്നു. ഇനി അഭിവൃദ്ധിയാണ്, നേട്ടമാണ്. അപ്പോൾ വെള്ളിയാഴ്ച മഹാലക്ഷ്മി വഴിപാട് ചെയ്യുക. ശ്രീം എന്നെഴുതുക, അല്ലെങ്കിൽ സ്വസ്തി വരയ്ക്കുക. സ്വസ്തി വരച്ചതിന് ശേഷം കുങ്കുമത്താൽ അർച്ചന നടത്തുക. ശ്രീ മഹാലക്ഷ്മി നാമം ജപിക്കുക. പൂജാമുറിയിൽ ഒരു വെള്ളിപ്പാത്രത്തിൽ പാൽ വെച്ച് നിവേദ്യം ചെയ്യുക. 12 വെള്ളിയാഴ്ച ഇത് തുടർച്ചയായി ചെയ്യുക. നിങ്ങളുടെ സങ്കടങ്ങൾ ഒക്കെ മാറിക്കിട്ടും. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ഏതായാലും മീനൻ രാശിയിലെ രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാനുള്ള യോഗമുണ്ട്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുവാനുള്ള യോഗമുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം, മറുപടി തരുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.